ഹലോ അസ്സാം വലൈക്കും. വർണ്ണാലം കപ്പിൾസിലേക്ക് സ്വാഗതം. നമുക്ക് കപ്പിൽ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലാസിൻ്റെ ഒരു കപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ഗ്ലാസ്സോ കപ്പോ എന്തായാലും എടുക്കാം. ആദ്യം നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ ഗ്ലാസ് ലൈനർ കൊണ്ട് കപ്പിലേക്ക് ആദ്യം വരക്കുക. എന്നിട്ട് 24 മണിക്കൂർ ഉണങ്ങാൻ വെക്കണം. ഇപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ എടുത്തത്. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് ഇട്ട് തുടങ്ങാം. ഗ്ലാസ് കളേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. സോൾവെൻറ്റ് ബേസ്ഡ് ഗ്ലാസ് കളേഴ്സ് ഉണ്ട്, വാട്ടർ ബേസ്ഡ് ഗ്ലാസ് കളേഴ്സ് ഉണ്ട്. ഞാനിവിടെ സോൾവെൻറ്റ് ബേസ്ഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് വെള്ളം തട്ടിയാൽ പോവരുത്. കപ്പാകുമ്പോൾ നമ്മൾ എന്തായാലും വെള്ളം ചായ ഒക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ അത് ഇളകിപ്പോകാണ്ടിരിക്കണമെങ്കിൽ സോൾവെൻറ്റ് ബേസ്ഡ് കളറേ യൂസ് ചെയ്യാൻ പറ്റൂ. വാട്ടർ ബേസ്ഡ് ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും വെള്ളം തട്ടി അത് ഇളകാൻ സാധ്യതയുണ്ട്. പിന്നെ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാൻ വാട്ടർ ബേസ്ഡ് തന്നെയാണ് നല്ലത്. കാരണം നമുക്ക് എന്തെങ്കിലും അതിൽ ചെയ്തിട്ട് തെറ്റിപ്പോയാലൊക്കെ വാട്ടർ ബേസ്ഡ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മായ്ച്ചെടുക്കാൻ പറ്റും. ഇതാകുമ്പോൾ പിന്നെ ഒരു ഗം പോലെയാണ്, ഇത് വെച്ച് കൊടുത്താൽ അവിടെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. പിന്നെ അത് റിമൂവ് ചെയ്യുമ്പോഴേക്കും അവിടെ പാട് വരും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ എപ്പോഴും സോൾവെൻറ്റ് ബേസ്ഡ് ഗ്ലാസ് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് നല്ലത്. അങ്ങനെ ഇപ്പോൾ പെയിൻറ്റ് ഏകദേശം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഫിഷിൻ്റെ ആ ഫിന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ലൈനർ കൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇത് ഗ്ലാസ് ആകുമ്പോൾ കുറച്ച് കർവൊക്കെ ഉള്ളതല്ലേ, ഇങ്ങനെ വളഞ്ഞൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കളർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു സ്ഥലത്ത് കളർ ചെയ്യുമ്പോൾ അനക്കാണ്ട് അത് പിടിക്കണം. കാരണം അതിലൊന്ന് ജസ്റ്റ് ക്ലോട്ടിങ് ആവുന്ന വരെ നമ്മൾ അങ്ങനെ തന്നെ പിടിക്കണം. എന്നിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് ബാക്കി ഭാഗത്ത് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്, ലിക്വിഡ് ടൈപ്പാണ് ഈ പെയിൻറ്റ്. ഒഴുകിപ്പോവും അങ്ങോട്ടും ഇങ്ങോട്ടും. ചില പാർട്സിലെ കളറ് മറ്റേ പാർട്സിലേക്ക് പോയാൽ പിന്നെ അതാകെ വൃത്തികേടാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു വശത്തെ ഫിഷ് ഇപ്പോൾ ഏകദേശം ഫിനിഷ് ആവുന്നുണ്ട്. ചെറിയ ഭാഗമേ ബാക്കിയുള്ളൂ. അതും കൂടെ ആയിട്ട് അത് ഉണങ്ങിയിട്ട് വേണം അപ്പുറത്തെ മീനിനെയും കൂടെ ഫിനിഷ് ചെയ്യാൻ. ഇപ്പോൾ രണ്ടും കൂടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഞാനിതിവിടെ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ ഗിഫ്റ്റാണ് അവർക്ക് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകാൻ താല്പര്യം. അപ്പോൾ ഇതും പിന്നെ ചെറിയ ചെറിയ പെയിൻറ്റിങ്ങൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യലുണ്ട്. അത് നമുക്കപ്പോൾ ഒരു ചെറിയ വരുമാനം കൂടെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. ബൈ.